ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഘട്ടിൽ എത്തിയിട്ടുണ്ട്. അവിടെ രാഷ്ട്രപിതാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു, പുഷ്പാർച്ചന നടത്തുകയാണ് അദ്ദേഹം. അതിനുശേഷമായിരിക്കും സ്വാഭാവികമായിട്ടും ഇന്നത്തെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുക, അതിലെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോവാൻ. ദേശീയ അധ്യക്ഷൻ ആരായിരിക്കുമെന്നുള്ള ചർച്ചയിൽ ശിവരാജ് സിംഗ് ചൌഹാൻ എന്ന് പറയുന്നത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം മധ്യപ്രദേശിൽ ഇത്തവണ വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഒരു ഘടകം ശിവരാജ് സിംഗ് ചൌഹാനായിരുന്നു, മാമാജിയായിരുന്നു. അത് പലരുമൊക്കെ അതിന്റെ ഒരു വിജയത്തിന്റെ ഇത് ഏറ്റെടുക്കാൻ ശ്രമിച്ചെങ്കിലും ദേശീയ തലത്തിൽ ഇപ്പം പ്രധാന മോദിയുടെ ഫാക്ടറാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശിവരാജ് സിംഗ് നടപ്പാക്കിയ ലാഡ്ലി ബഹന സ്കീം അടക്കമുള്ള പദ്ധതികൾ അവിടെ ബി.ജെ.പിയെ വീണ്ടും വിജയത്തിലേക്ക് നയിച്ചു എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. വളരെ പോപ്പുലറാണ് അവിടെ. ഇപ്പോൾ ശിവരാജ് സിംഗ് ചൌഹാൻ ദേശീയ തലത്തിൽ വരികയാണെങ്കിൽ ഒരു പിന്നാക്ക മുഖമാണ് ശിവരാജ് സിംഗ് ചൌഹാൻ. ഒ.ബി.സി വിഭാഗത്തിൽ നിന്നുള്ള ശിവരാജ് സിംഗ് ചൌഹാനെ ബി.ജെ.പി ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് യു.പിയിൽ അവർ കഴിഞ്ഞ 10-15 കൊല്ലമായി നടത്തുന്ന അത് പരാജയപ്പെട്ട ഒരു സാഹചര്യമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ളത്. അപ്പോൾ അത് ശിവരാജ് സിംഗ് ചൌഹാനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള വീണ്ടും ഒരു റീഗ്രൂപ്പിംഗ് ഉത്തർപ്രദേശിലും ഉത്തരേന്ത്യയിലും അടക്കം നടത്താനുള്ള ഒരു നീക്കമാണോ ഇതിന് പിറകിൽ? ശിവരാജ് സിംഗ് ചൌഹാൻ അതിനേക്കാളും ഒക്കെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് പൊതുവെ കരുതപ്പെടുന്നത് ഇനി ബി.ജെ.പി 2014 തൊട്ട് ഉള്ളതുപോലെ ഒരു ഏകപക്ഷീയ സർക്കാരൊന്നുമല്ല, ഒരു കോalition സർക്കാരാണ്. ഘടകകക്ഷികളുമായി നിരന്തരം ആശയവിനിമയം നടത്തേണ്ടി വരും. ആ ആശയവിനിമയത്തിന്റെ ആശയവിനിമയം സുഗമമായി നടത്തുന്നതിന് ഒരു നല്ല ഡിപ്ലോമസിയൊക്കെ ഉള്ള ഒരു നേതാവ് വേണം. അതിന് ഒരു ബെസ്റ്റ് ബെറ്റ് ശിവരാജ് സിംഗ് ചൌഹാൻ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പ്രധാനമന്ത്രി രാജ്ഘട്ടിൽ നിന്നും അദ്ദേഹം മടങ്ങും. വൈകിട്ട് റെയ്സിന കുന്നുകളിലെത്തി അദ്ദേഹം 3ാം വട്ടം വീണ്ടും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യും.